ഹലോ ഗൈസ്, ഞങ്ങൾ ഇപ്പം കേരളക്കടയിൽ എത്തിയിരിക്കുന്നു. ഇതിൻ്റെ മൈക്കില്ലാത്തതുകൊണ്ട് കേൾക്കുമോയെന്ന് അറിയത്തില്ല. ഇവിടെ കിടന്ന് ഒച്ച വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇവന്മാർ ഭ്രാന്താണെന്ന് പറയും. ഇപ്പം 2 നെയ് റോസ്റ്റും 8 പൊറോട്ടയും 2 നെയ് റോസ്റ്റ് 8 പൊറോട്ട, 1 ബീഫ് കറി, 1 ചിക്കൻ കറി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി വന്നു കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. തിന്നുമ്പം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അത് തിന്നുമ്പം കോൺസെൻട്രേഷൻ തീറ്റയിലായിരിക്കണം എന്നാണ് നാട്ടുപ്രണാമം. ഗൈസ്, നമ്മുടെ ഫുഡ് വന്നിരിക്കുന്നു. ഇതിപ്പം പൊറോട്ട ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ബീഫും ചിക്കനും ഓർഡർ ചെയ്തു. ഇത് ചിക്കൻ, ഇത് ബീഫ്, നെയ്ച്ചോറ്. ഇത് കഴിക്കാനെ കൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു. പൊറോട്ടയ്ക്ക് 20 മിനിറ്റ് എടുക്കുന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണ്. എല്ലാവരെയും കാണിക്കാൻ പറ്റത്തില്ല, ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ വിഷയമാണ്. അപ്പം ഇത് ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത കണ്ടിന്യൂ ചെയ്യാം. ഗൈസ്, ഞങ്ങൾ മസാല ദോശ ഫിനിഷ് ചെയ്യോ നെയ് റോസ്റ്റ് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പേ മസാല ദോശ അല്ലത് നെയ് റോസ്റ്റ് വന്നിട്ടുണ്ട്. 2 നെയ് റോസ്റ്റ്. ഇത് പെട്ടെന്ന് വീഡിയോ എടുക്കുന്ന ഈ പ്രാന്തന്മാർ തിന്ന് തീർക്കും. ഇന്ന് കൈ മാറ്റിയപ്പോഴത്തേക്കും എൻ്റെ ചോറ് തീർന്നു. എന്തോ ചെയ്യാനാ. അപ്പം ഇത് തീർത്തിട്ട് ഞാൻ വിളിക്കാം. തിന്നുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ഡീറ്റെയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കുറച്ചും കൂടി. അപ്പം ഗൈസ്, ഇപ്പം മസാല നെയ് റോസ്റ്റ് തിന്നാൻ പോവാണ്. ഗൈസ്, അതാ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇപ്പം തിന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് നെയ് റോസ്റ്റ് കിട്ടത്തില്ലായിരുന്നു. ഇവനാണ് ഇവൻ്റെ മെയിൻ തീറ്റക്കാരൻ. മുഖം കാണിക്കാൻ പറ്റത്തില്ല, അവന് നാണമാണെന്ന്. അവൻ്റെ വയറ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അതും കാണാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഇത്രയും ഞങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. അടുത്ത ഓർഡറിന് വെയിറ്റ് ചെയ്യുക. പൊറോട്ട 4 ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരണം. ആ ഹോട്ടൽ മദീനയിലെ കേരള ഹോട്ടൽ. ഹലോ ഗൈസ്, ഞങ്ങളുടെ വേട്ട കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. വേട്ട അവസാനിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഇപ്പം ഞങ്ങൾ 4 നെയ് റോസ്റ്റ്, 2 നെയ്ച്ചോറ്, പിന്നെ ഉള്ളത് 1 ചിക്കന്, 1 ബീഫ്. ഇത്രയും കഴിച്ചപ്പോഴത്തേക്ക് 75 റിയാലേ ആയിട്ടുള്ളൂ ഗൈസ്. വലിയ കുഴപ്പമില്ലാത്തൊരു റേറ്റാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഗൈസ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.